ഡൽഹിയിൽ ഒരു വമ്പൻ നീക്കം നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ BJP. അതായത് ആരും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു ആൾ തന്നെയാണ് ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി ആയിരിക്കുന്നത് തന്നെ. തീർച്ചയായിട്ടും എല്ലാവരെയും ഞെട്ടിപ്പിച്ച ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അവിടെ ഡൽഹി മുഖ്യമന്ത്രിയായിട്ട് രേഖ ഗുപ്ത ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും എല്ലാവരും രാജ്നാഥ് സിംഗും തുടങ്ങിയ പ്രമുഖർ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നു. ഈ രേഖ ഗുപ്ത ഈ ഡൽഹി മുഖ്യമന്ത്രി ആകുമെന്ന്, അതായത് ഒരു വനിത ഡൽഹി മുഖ്യമന്ത്രി ആകുമെന്നുള്ളത് ആരും പ്രതീക്ഷിക്കാത്ത കാര്യം. പലരുടെയും പേരുകൾ വന്നു, പക്ഷേ BJPയുടെ ഒരു അപ്രതീക്ഷിത നീക്കം തന്നെയായിരുന്നു രേഖ ഗുപ്ത അവിടുത്തെ മുഖ്യമന്ത്രി. അതും ആദ്യ MLA ആയി വന്ന, അതായത് ആദ്യമായി MLA ആയി മാറിയ വ്യക്തിയെ തന്നെ, വനിതാ MLA തന്നെ അവിടുത്തെ മുഖ്യമന്ത്രി ആക്കാനായിട്ടുള്ള BJPയുടെ തന്ത്രപരമായ നീക്കം. അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം വനിതകൾക്ക് BJP എന്ന പാർട്ടിയിൽ എത്രത്തോളം വലിയ തോതിലുള്ള ഒരു പ്രാധാന്യമാണ് കൊടുക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു നീക്കം തന്നെയായിരുന്നു BJPയുടേത്. ഇത് തീർച്ചയായിട്ടും ഡൽഹിയിൽ മാത്രം അവസാനിക്കുന്ന ഒരു കാര്യമല്ല. BJP ഉടനീളം, അതായത് പല സംസ്ഥാനങ്ങളിലും തങ്ങളുടെ പാർട്ടിക്കുള്ളിൽ സ്ത്രീകൾക്കുള്ള പ്രാധാന്യം വർദ്ധിപ്പിച്ചു കൊണ്ടുവരികയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് തന്നെയാണ് ഇനിയിപ്പോൾ കേരളത്തിലും നടക്കാനായി പോകുന്നത് എന്ന കാര്യം ഉറപ്പാണ്. അതായത് ഇപ്പോൾ ഡൽഹിയിലെ ഈ ഒരു നീക്കം തന്നെ കാണുമ്പോഴത്തേക്കും അത് കുറച്ചുകൂടി അടിവരയിട്ട് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്നു. അതായത് കേരളത്തിൽ ഇനി വരാൻ പോകുന്ന മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കേരളത്തിലെ BJP ഘടകത്തിൽ വനിതകൾക്കുള്ള പ്രാധാന്യം വർദ്ധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ ഇടയ്ക്ക് നടന്ന കാലാവധി കഴിഞ്ഞ് നിന്ന ആൾക്കാരെ മാറ്റിയിട്ട് പുതിയ വ്യക്തികളെ കൊണ്ടുവരുന്ന രീതിയിലോട്ടുള്ള BJP നീക്കത്തിൽ ജില്ലാടിസ്ഥാനത്തിൽ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് പല ജില്ലകളിലും സ്ത്രീകളെ തലപ്പത്തേക്ക് കൊണ്ടുവന്ന ആ ഒരു രീതി കേരളത്തിലും നടപ്പാക്കിയിരുന്നു. അത് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിപ്പോൾ ഈ ഡൽഹിയിൽ BJPയുടെ ഈ ഒരു വമ്പൻ നീക്കം, അതായത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കമാണ് ഡൽഹിയിൽ ഈ നടന്ന കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ അതിനി തീർച്ചയായിട്ടും കേരളത്തിൽ നടപ്പാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ഒരു നീക്കത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കാൻ പോകുന്നത് കേരളത്തിലെ BJPയുടെ തീപ്പൊരി നേതാവ് എന്ന് അറിയപ്പെടുന്ന ശോഭാ സുരേന്ദ്രന് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നിലവിൽ കേരളത്തിൽ ഈ പറയുന്ന തലത്തിൽ സുരേന്ദ്രൻ്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. സുരേന്ദ്രൻ ഇനി എന്തായാലും അധിക നാൾ തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകത്തില്ല എന്നുള്ളതും വാസ്തവം തന്നെയാണ്. ഇനിയിപ്പോൾ സുരേന്ദ്രൻ ഒരു മാറ്റം വരുമ്പോഴത്തേക്കും അത് തീർച്ചയായിട്ടും ആരിലേക്ക് ചെന്നെത്തുമെന്നുള്ള വലിയ ചോദ്യം എന്തായാലും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയും അത് തീർച്ചയായിട്ടും ഒരു വനിതയിലേക്ക് എത്തുമോ എന്നുള്ള ചോദ്യം നിലനിൽക്കുകയാണ്. അത് ശോഭാ സുരേന്ദ്രനിലേക്ക് എത്തുമോ എന്നുള്ള ചോദ്യം തന്നെയാണ് വളരെ വലിയ തോതിൽ നിലനിൽക്കുന്ന കാര്യമെന്ന് പറയുന്നത്. എന്തായാലും അത് നടക്കാനായിട്ടുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് എന്ന് തെളിയിക്കുന്ന വണ്ണമുള്ള നീക്കം തന്നെയാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇപ്പോൾ ഡൽഹിയിൽ പോലും സംഭവിച്ചിരിക്കുന്നത്. കാരണം കേരളത്തിലും അങ്ങനെ സംഭവിക്കാം എന്നുള്ളത് അടിവരയിട്ട് പറയുന്ന ഒരു നീക്കമാണ് ഡൽഹിയിൽ സംഭവിച്ചിരിക്കുന്നത്. ശോഭയെപ്പോലെ ഒരു വ്യക്തി കേരള BJPയുടെ തലപ്പത്തേക്ക് വരിക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും BJPയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഉണർവ് നൽകുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം എല്ലാ തരത്തിലും കഴിവ് തെളിയിച്ച ഒരു നേതാവ് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ നിലവിലത്തെ BJPയുടെ പല നീക്കങ്ങളും നോക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന തരത്തിൽ വനിതകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുമ്പോഴത്തേക്കും ശോഭയെപ്പോലെ ഒരു അത്രയും ജനങ്ങൾക്കിടയിൽ അത്രത്തോളം സ്വാധീനമുള്ള ഒരു നേതാവ് അതൊരിക്കലും മാറ്റി നിർത്തപ്പെടേണ്ട ഒരു വ്യക്തിയല്ല എന്നുള്ളത് കേന്ദ്രത്തിന് തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന മാറ്റങ്ങളിൽ കേരള BJPയിൽ തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രൻ തലപ്പത്തേക്ക് എത്തുമെന്നുള്ളത് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ BJPയിൽ നിലനിൽക്കുന്നത് എന്നുള്ളത് വാസ്തവമാണ്. അത് ഡൽഹിയിൽ തന്നെ അത് വളരെ വ്യക്തമായിട്ട് കണ്ട ഒരു കാര്യം തന്നെയാണ്. ആരും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കമായിരുന്നു BJPയുടേത് ഡൽഹിയിൽ നടന്നത്. അതുപോലൊരു നീക്കം തീർച്ചയായിട്ടും കേരളത്തിലും സംഭവിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഡൽഹിയിൽ മുഖ്യമന്ത്രിയാകാൻ പോകുന്ന രേഖ ഗുപ്തയെക്കുറിച്ച് പറയുമ്പോൾ തന്നെയും ഡൽഹി സർവകലാശാല മുൻ ചെയർപേഴ്സൺ ആയിരുന്നു. ABVPയുടെ തീപ്പൊരി വനിതാ നേതാവായിരുന്നു. 2007 മുതൽ ഡൽഹി കോർപ്പറേഷൻ കൗൺസിലർ ആയിരുന്നു.
ഷാലിമാർ ബാഗ് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് കന്നി അംഗത്തിൽ തകർപ്പൻ വിജയം നേടിയ BJPയുടെ MLA ആയി മാറിയ ആദ്യ മത്സരത്തിൽ തന്നെ തകർപ്പൻ വിജയം നേടിയ രേഖാ ഗുപ്ത. തീർച്ചയായിട്ടും BJP ഈ നടത്തിയ നീക്കം, അതായത് മുഖ്യമന്ത്രി രേഖാ ഗുപ്തയെ ആക്കുക എന്നുള്ള ആ ഒരു നീക്കം പല രാഷ്ട്രീയ നിരീക്ഷകരെ പോലും ഞെട്ടിച്ച ഒരു കാര്യമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കേരളത്തിലും ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ തീർച്ചയായിട്ടും BJP സംബന്ധിച്ചിടത്തോളം ശോഭാ സുരേന്ദ്രന് നല്ല കാലം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അർഹിക്കുന്ന സ്ഥാനങ്ങൾ പലതും ശോഭയെ തേടി എത്തുമെന്നുള്ളതും വാസ്തവം തന്നെയാണ്. ഇനി വരാൻ പോകുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സംബന്ധിച്ചിടത്തോളം ശോഭാ സുരേന്ദ്രൻ ജയിച്ച് MLA ആകാനായിട്ട് സാധ്യത ഏറെയുള്ള ഒരു വ്യക്തിയായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അതായത് ആലപ്പുഴ പോലുള്ള ഒരു സ്ഥലം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അവിടെ തന്നെ ശോഭാ സുരേന്ദ്രൻ്റെ കരുക്കൾ നീക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഈ പറയുന്ന തരത്തിൽ ജയസാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ശോഭയുടെ മത്സരം അത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതിലൊരു വിജയം നേടാനായിട്ട് ശോഭയ്ക്ക് സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയാണെങ്കിൽ കൂടുതൽ കരുത്തേകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ശോഭയെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും ശോഭയ്ക്ക് ഇനി വരാൻ പോകുന്നത് നേട്ടങ്ങളുടെ ഒരു കാലം തന്നെ ആയിരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതിൽ തന്നെ BJPയുടെ തലപ്പത്തേക്ക് എത്തുന്ന തരത്തിലോട്ടുള്ള അധ്യക്ഷ സ്ഥാനത്തേക്ക് പോലും എത്തുന്ന തരത്തിലോട്ടുള്ള കാര്യങ്ങൾ ശോഭയ്ക്ക് അനുകൂല ഘടകമായി മാറുമെന്നുള്ളത് ഉറപ്പിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് BJPക്ക് ഉള്ളിൽ നിലവിൽ ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. അതിന് ഏറ്റവും വലിയ ഒരു തെളിവ് അല്ലെങ്കിൽ അതിന് ഏറ്റവും വലിയ ഒരു എക്സാമ്പിളായിട്ട് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഡൽഹി മുഖ്യമന്ത്രിയായിട്ട് ഇപ്പോൾ BJP അപ്രതീക്ഷിതമായിട്ട് ആ ചുമതല ഏൽപ്പിച്ച രേഖാ ഗുപ്തയുടെ കാര്യം തന്നെ. അത് തന്നെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് BJPയിൽ എന്തും സംഭവിക്കും. BJPയിൽ വനിതകൾക്ക് അത്രത്തോളം പ്രാധാന്യം നൽകിയിരിക്കുന്നു അല്ലെങ്കിൽ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാവുന്ന ഒരു നീക്കം തന്നെയായിരുന്നു BJPയുടേത്.